ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കഥ എന്താണെന്ന് കേൾക്കണ്ടേ? അപ്പോൾ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോവാമല്ലേ. അടുക്കളയിൽ അത്താഴത്തിന് വേണ്ടി പച്ചക്കറി അരിയുമ്പോഴാണ് സെലിൻ മുൻപിലെ കഥകൾ തുറക്കുന്നതിൻ്റെ ശബ്ദം കേട്ടത്. മോൻ വന്നോ? ഇന്ന് നേരത്തെയാണല്ലോ, അവൾ സ്വയം പറഞ്ഞു. 1-2 മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അവൾ പിന്തിരിഞ്ഞു നോക്കി. എവിടെ, എന്തു പറ്റിയെന്ന് അവൾ സ്വയം ചോദിച്ചു. സാധാരണ ക്ലാസ് വിട്ട് വന്നാൽ മകൻ ഡാനി അടുക്കളയിലേക്ക് വരുന്നതാണ്. തന്നോട് ചേർന്ന് നിൽക്കാനും സ്കൂളിലെ കാര്യങ്ങൾ വാതൊരാതെ പറയുകയൊക്കെ ചെയ്യും. പക്ഷെ ഇന്ന് എന്തു പറ്റി? അവൾ അവൻ്റെ മുറിയിലേക്ക് ചെന്നു. മുറിയിൽ ബാഗ് അലസമായി വെച്ച് അവൻ സോഫയിൽ തലകുനിച്ചിരിക്കുകയാണ്. അവൾ വരുന്നത് കേട്ട് തല ഉയർത്തി നോക്കിയപ്പോൾ അവൻ്റെ മുഖത്ത് ദേഷ്യം കണ്ടവൾ അകത്ത് കയറി അവൾ ഡോറ് ലോക്ക് ചെയ്ത് അവനെ നോക്കി പുഞ്ചിരിച്ചു. അവൻ്റെ അടുത്തിരുന്ന് അവൾ അവൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ച് വീണ്ടും അവനെ നോക്കി പുഞ്ചിരിച്ചു. മോനെ, എന്താ പറ്റിയ നിനക്ക്? അവൾ ചോദിച്ചു. അവൻ വിഷാദത്തോടെ നിസ്വദിക്കുന്നത് അവൾ കേട്ടു. ഇനിയും പറയാതെ നിന്നിട്ട് കാര്യമില്ലെന്ന് അവന് തോന്നി. മമ്മിയുടെ ചോദ്യത്തിന് മുമ്പിൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ പറയാൻ മാത്രമുണ്ടോയെന്ന് എനിക്കറിയില്ല മമ്മി. കഴിഞ്ഞ ആഴ്ച ഒരുത്തൻ പുതിയതായി സ്കൂളിൽ ജോയിൻ ചെയ്തു. ബാസ്കറ്റ്ബോൾ ടീം ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടി അവനെ പിക്ക് ചെയ്ത് കൊണ്ടുവന്നതാ. സൂപ്പർ പ്ലെയറാ. പക്ഷേ അവൻ ഒന്ന് നിർത്തി അവളെ നോക്കി. പക്ഷേ എന്താ? അവൾ ചോദിച്ചു. അവനെന്നോട് മോശം വാക്കുകളൊക്കെ പറയുന്നു, പിന്നെ കളിയാക്കലും, മറ്റുള്ള പ്ലേയേഴ്സിൻ്റെ മുന്നിൽ വെച്ച്. സഹിക്കാൻ പറ്റുന്നില്ല മമ്മി. സെലിൻ ശരിക്കും നടുങ്ങിപ്പോയി. ഏറ്റവും പോഷ് സ്കൂളാണ്, കനത്ത ഫീസാണ്, പഠന നിലവാരത്തിലും സ്പോർട്സിലൊക്കെ മുന്നിൽ. സംസ്ഥാന കായിക മത്സരത്തിൽ പല വർഷങ്ങളിലും ഒന്നാമതായിട്ടുണ്ട് ഈ സ്കൂള്. ആ സ്കൂളിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികളിൽ ഒരാളാണ് ഡാനി ഫിലിപ്പ്. പഠനത്തിൽ മാത്രമല്ല, സ്കൂൾ ബാസ്കറ്റ്ബോൾ ടീമിൽ അംഗമാണവൻ. സ്പോർട്സിന് പേരുകേട്ട സ്കൂളിൽ ബാസ്കറ്റ്ബോൾ ടീം അംഗമാകണമെങ്കിൽ നല്ല കളിക്കാരനായിരിക്കണമല്ലോ. നീ എന്നിട്ട് മിസ്സിനോട് പറഞ്ഞില്ലേ? സെലിൻ ചോദിച്ചു. മമ്മി, അവനെ പിക്ക് ചെയ്ത് കൊണ്ടുവന്നതാ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്, ഇനി കുറച്ച് മാസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ എന്നാ മിസ്സ് പറയുന്നേ. അത് തന്നെയായിരിക്കും പ്രിൻസിപ്പളും പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അവൻ്റെ മറുപടി കേട്ട് അവൾ ശരിക്കും സ്തംഭിച്ചു. ഇനിയും മാസങ്ങൾ സഹിക്കണമെന്നോ? കൊള്ളാം, നല്ല തീരുമാനം. സെലിൻ അവൻ്റെ തലയിൽ വാത്സല്യത്തോടെ തലോടി. ശരിക്കും കൂട്ടുകാരെ പോലെയായിരുന്നു അമ്മയും മകനും. അപ്പൻ ഫിലിപ്പ് അക്കൗണ്ടൻ്റാണ്, അതും മൈക്രോൺ പോലെയുള്ള വലിയ കമ്പനിയിൽ. ആൾക്ക് തിരക്കോട് തിരക്ക്. നിയമമാണ് അയാൾ പഠിച്ചത്, കമ്പനി കാര്യങ്ങളായിട്ടുള്ള നിയമം. ആ കാരണത്താൽ അവർ രണ്ടുപേരും എപ്പോഴും ഒന്നിച്ചായിരുന്നു. അതുകൊണ്ട് ഈ പ്രശ്നം സെലിനെ ശരിക്കും ബാധിച്ചു. ശരിക്കും എന്നതാ മോനെ അവനീ പറയുന്നേ? അല്പം ആലോചിച്ച ശേഷം അവൾ ചോദിച്ചു. അത് പോട്ടെ മമ്മി, സാരില്ല, അവൻ പറഞ്ഞു. അതിനെക്കുറിച്ച് ഇനി മിണ്ടണ്ട മമ്മി. പക്ഷെ ഡാനിയെ അലട്ടുന്ന ഈ വിഷയം അവൾക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ പ്രശ്നം എന്ത് വിധേനയും പരിഹരിച്ചേ പറ്റൂ. മോനെ, അവൻ്റെ പേരെന്താ? ക്രിസ്റ്റി, ഡാനി പറഞ്ഞു. പറയുന്നത് കേട്ടിട്ട് ഇതുപോലെ ഒരു റെപ്യൂട്ടഡ് സ്കൂളിൽ അവനെപ്പോലെ ഒരുത്തൻ എങ്ങനെ വന്നു? എൻ്റെ മമ്മി, ഞാൻ പറഞ്ഞില്ലേ, ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും ബാസ്കറ്റ്ബോൾ ട്രോഫി പിടിക്കണമെന്ന സാറിന് വാശി. അതുകൊണ്ട് കുറേ നാളായി നല്ലൊരു കളിക്കാരനെ തേടുന്നു. അങ്ങനെ ഒരുത്തനെ കണ്ടെത്തി. അവനാണ് ഈ ക്രിസ്റ്റി. സെലിൻ കുറച്ചു നേരം ആലോചിച്ചു. അടുത്ത PTA മീറ്റിങ്ങിന് അവൻ്റെ പാരൻസ് വരില്ലേ? സെലിൻ ചോദിച്ചു. അടുത്ത ആഴ്ചയല്ലേ മീറ്റിംഗ്? അന്നേരം ഞാൻ അവരെ ഒന്ന് കാണും, കാര്യം പറയാം. അതൊന്നും വേണ്ട മമ്മി, ദുർബലമായ സ്വരത്തിൽ ഡാനി പറഞ്ഞു. അത് കാര്യം കൂടുതൽ കുഴപ്പിക്കുകയുള്ളൂ മമ്മി. ഇനി അതും പറഞ്ഞായിരിക്കും അവൻ്റെ കളിയാക്കൽ. എല്ലാവരോടും അവൻ പറഞ്ഞ് കളിയാക്കും മമ്മിയുടെ പ്രൊട്ടക്ഷനിലാണ് ഞാനെന്ന്. സെലിൻ വീണ്ടും അവൻ്റെ തലയിൽ തലോടി. പിന്നെ അമ്മമാർ എന്തിനാ ഡാനി? മക്കളെ സംരക്ഷിക്കേണ്ടത് അവരല്ലേ? പ്രത്യേകിച്ചും ഇവന്മാരെ പോലുള്ള ദ്രോഹികൾ ഇങ്ങനെ തുടങ്ങുമ്പോൾ. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
എന്നിട്ട് അവൾ എഴുന്നേറ്റു. പപ്പ എപ്പോൾ വരും? അടുക്കളയിലേക്ക് തിരിഞ്ഞ് സെലിൻ പറഞ്ഞു. മോനിത് ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, അതൊക്കെ ഞങ്ങൾ സോൾവ് ചെയ്തോളാം. അടുക്കളയിലേക്ക് നടക്കുമ്പോൾ സെലിനെ അവൻ നോക്കി നിന്നു. 8 മണിയായപ്പോൾ അവർ അത്താഴം കഴിക്കാനിരുന്നു. ഫിലിപ്പിന് 45 പ്രായം. എങ്കിലും ജോലിയുടെ ഉത്തരവാദിത്തം കാരണം അതിലേറെ പ്രായം തോന്നിക്കും. കമ്പനി അക്കൗണ്ടൻറ്റ് ഹെഡാണ്, അതുകൊണ്ട് തന്നെ നല്ല ശമ്പളമുണ്ട്. പക്ഷേ വ്യായാമത്തിനൊന്നും സമയം കണ്ടെത്താൻ പറ്റുന്നില്ല. സുന്ദരിയായ ഭാര്യ സെലിനെ ജീവനാണ് അയാൾക്ക്, അതുപോലെ മകനും. സത്യത്തിൽ അവർക്ക് വേണ്ടി മാത്രമാണ് അയാളുടെ ജീവിതം. അതെ, കൊച്ചിനൊരു പ്രോബ്ലം ഉണ്ട്. കഴിക്കുന്നതിനിടയിൽ സെലിൻ ഭർത്താവിനോട് പറഞ്ഞു. ഡാനി അത് കേട്ട് സെലിനെ ഇഷ്ടക്കേടോടെ നോക്കി. ഫിലിപ്പ് അത്ഭുതത്തോടെ ചോദ്യരൂപത്തിൽ ഇരുവരെയും മാറി മാറി നോക്കി. എന്ത് പ്രോബ്ലം? അയാൾ ചോദിച്ചു. സെലിൻ ഡാനിയെ നോക്കി പറയൂന്ന് കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. വിമ്മിഷ്ടത്തോടെ ലജ്ജയോടെ ഡാനി ക്രിസ്റ്റിയെപ്പറ്റി പറഞ്ഞു. ശ്രദ്ധയോടെ കേട്ടിരുന്ന ശേഷം ഫിലിപ്പ് ആലോചനയിൽ മുഴുകി. സെലിൻ അയാളെ ആകാംക്ഷയോടെ നോക്കി. ഇവനൊക്കെ ശരിക്കും കോളനി ടൈപ്പായിരിക്കും, ഫിലിപ്പ് പറഞ്ഞു. ആ പരാമർശം സെലിന് അത്ര ഇഷ്ടമായില്ല. മനുഷ്യരെ ആ പേരിൽ പരാമർശിക്കുന്നത് സംസ്കാരമുള്ള ആളുകൾക്ക് ചേർന്നതല്ല, അവൾ ഉള്ളിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവന്മാരോടൊക്കെ മുട്ടുമ്പോൾ സൂക്ഷിക്കണം, നമ്മളെ നാറോളൂ. മോനൊരു കാര്യം ചെയ്, കൂടിപ്പോയ 1-2 ദിവസം കൂടി അങ്ങ് സഹിക്ക്. മടുക്കുമ്പോൾ അവൻ താനെ നിർത്തിപ്പോക്കോളും. സെലിന് അത് കേട്ട് അല്പം ദേഷ്യം വന്നു. അത് കൊള്ളാം, നല്ല സൊല്യൂഷൻ. ഒന്ന് പോവച്ചായ എന്ന് വെച്ച് കൊച്ചവനെ പോലെ ഒരുത്തൻ കാരണം കരഞ്ഞുകൂവി നടക്കണമെന്നാണോ? അടുത്ത PTA മീറ്റിങ്ങിന് പോയപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ ക്രിസ്റ്റിയുടെ വീട്ടിൽ നിന്നും ആരും വന്നില്ല. അതുകൊണ്ട് സെലിൻ ഡാനിയുടെ ക്ലാസ് ടീച്ചറെ ചെന്ന് കണ്ടു. കാര്യം ശരിയാ. സെലിൻ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു. ആ ചെറുക്കിനെ പറ്റി കംപ്ലൈൻറ്റ് വേറെ ചിലരും പറഞ്ഞു. പക്ഷേ സെലിൻ ആക്ഷൻ ഒന്നും ഉണ്ടാകില്ല. ഇത്തവണ ബാസ്കറ്റ്ബോൾ കപ്പ് സ്കൂളിലേക്ക് കൊണ്ടുവരണമെന്ന് ഒറ്റ വാശിയിലാ കോച്ച്. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റിയുടെ മോറൽ തകർക്കുന്ന ഒന്നും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല. സെലിൻ നിരാശയായി. അവൻ്റെ അഡ്രസ്സ് ഒന്ന് പറയാമോ മിസ്സേ? നിരാശയോടെ സെലിൻ ചോദിച്ചു. ആ, അതിനെന്താ, ഞാൻ തരാം. അവർ ഒരു ചെറിയ പേപ്പറിൽ എന്തോ കുത്തിക്കുറിച്ച് സെലിന് നൽകി. അവൻ്റെ അപ്പനും അമ്മയും വേറെ എങ്ങാണ്ടുവാ. ഇവിടെ അവൻ്റെ വല്യപ്പൻ്റെ കൂടെ താമസം. അവൻ്റെ അപ്പൻ്റെ അപ്പൻ, അയാൾ അടുത്തെവിടെ വർക്ക്ഷോപ്പിൽ പണിക്കാരനാ. സെലിൻ ശ്രദ്ധയോടെ കേട്ടു. അന്ന് രാത്രിയിൽ എല്ലാവരും അത്താഴത്തിനിരിക്കുമ്പോൾ സെലിൻ ഫിലിപ്പിനോട് പറഞ്ഞു. നാളെ സൺഡേ അല്ലേ, അച്ചായന് വേറെ പ്രോഗ്രാമൊന്നും ഇല്ലല്ലോ? പിന്നെ ഇല്ലാതെ. ഫിലിപ്പ് അവളെ നോക്കി. നാളെ സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്യാം. അപ്പം ഞാൻ അവിടെ ഇല്ലെങ്കിൽ എങ്ങനാ? എന്താ നീ ചോദിച്ചത്? അത് കേട്ട് സെലിൻ്റെ മുഖത്ത് നിരാശ നിറഞ്ഞു. ഷോ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ? ഞാൻ തന്നെ പോകാം. ഫിലിപ്പ് ഒന്നും മനസ്സിലാകാത്ത പോലെ അവളെ നോക്കി. ഒപ്പം ഡാനിയും. എവിടെ പോകുന്ന കാര്യമാ സെലിനെ? അയാൾ ചോദിച്ചു. ആ ക്രിസ്റ്റി എന്ന് പറഞ്ഞവൻ്റെ വീട്ടിൽ, വെറുപ്പോടെ അവൾ പറഞ്ഞു. അവൻ്റെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് എന്ന് ഡാനിയുടെ ക്ലാസ് ടീച്ചർ തന്നു. അവൻ്റെ വീട്ടിൽ അവനും അവൻ്റെ വല്യപ്പനും മാത്രമേ ഉള്ളൂ. അയാളോട് ചെറുക്കനെ മര്യാദക്ക് നിർത്താൻ പറയാം. ഫിലിപ്പ് ഒന്ന് നെടുവേർപ്പെട്ടു. സെലിൻ ഒന്ന് തീരുമാനിച്ചാൽ അതിൽ നിന്നും അവളെ പിന്തിരിപ്പിക്കൽ അസാധ്യമാണ്. മുൻ അനുഭവങ്ങളിൽ നിന്നും ഫിലിപ്പിന് അത് വ്യക്തമായി അറിയായിരുന്നു. നീ ഒറ്റയ്ക്ക് എങ്ങനെയാ സെലിനെ? അയാൾ ശബ്ദം താഴ്ത്തി ചോദിച്ചു. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യും അച്ചായ? അവൾ നിസ്സഹായത നിറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് അച്ചായന് വരാൻ പറ്റത്തില്ല. ഓരോ ദിവസവും അവൻ്റെ ഉപദ്രവമാണെങ്കിൽ കൂടിക്കൂടി വരുന്നു. അന്നേരം എന്ത് ചെയ്യാനാ? അതുകൊണ്ടാ നാളെ തന്നെ പോകാമെന്ന് വെച്ച്. ഡാനി അത് അംഗീകരിക്കാത്ത പോലെ അവളെ നോക്കി. ഓ, ഒറ്റക്കാന്നും വെച്ച് ഇപ്പോൾ എന്നാ? ഭർത്താവിൻ്റെ മകൻ്റെയും മനസ്സ് വായിച്ചെടുത്തതുപോലെ അവൾ ചോദിച്ചു. ആ ചെക്കൻ ഇവൻ്റെ ക്ലാസ്മേറ്റ് അല്ലേ? പിന്നെ വീട് ഒറ്റപ്പെട്ട സ്ഥലത്തൊന്നും അല്ല, അടുത്തൊക്കെ ആൾക്കാരുണ്ട്. സോ ഡോണ്ട് വറി. എന്താ ഒരു ടെൻഷൻ? അന്ന് രാത്രി അത്ര ആവേശകരമല്ലാത്ത കളിക്ക് ശേഷം ഫിലിപ്പിനോട് സെലിൻ ചോദിച്ചു. പിന്നെ ടെൻഷനില്ലാതെ ഇരിക്കോ?
അല്പം നീരസത്തിൽ അയാൾ പറഞ്ഞു, നിന്നെപ്പോലൊരു പെണ്ണ് അതുപോലൊരു സ്ഥലത്തേക്ക് നാളെ തനിച്ചു പോകുന്നു. നീ പറയുന്നത് അവനോ അവൻ്റെ അപ്പാപ്പനോ കേൾക്കുവോ? ഇതൊക്കെ ഓർക്കുമ്പോൾ സെലിൻ അതാലോചിക്കാതിരുന്നില്ല. അതെന്താ എന്നെപ്പോലൊരു പെണ്ണെന്ന് അച്ചായൻ പറഞ്ഞത്? അതിൻ്റെ കാരണം അറിയാമെങ്കിലും അയാളിൽ നിന്നും അത് കേൾക്കാൻ അവൾ ആഗ്രഹിച്ചു. പുക ഊതിവിട്ട് അയാൾ അവളെ നോക്കി. എടി, ഈ ടൗണിൽ നിന്നെപ്പോലൊരു സുന്ദരി വേറെ ഉണ്ടോ? അയാൾ ചോദിച്ചു. പ്രായം 42 ആണെങ്കിലും നിന്നെ കണ്ട ആരെങ്കിലും പറയുമോ അത്? സെലിൻ്റെ മുഖം ഒന്ന് തുടുത്തു. അങ്ങനെയുള്ള നീ തനിച്ചു പോകുമ്പോൾ എനിക്ക് ടെൻഷൻ വരില്ലേടി? അതിങ്ങ് തന്നേ. അവൻ്റെ കയ്യിൽ നിന്ന് സിഗരറ്റ് എടുത്ത് അവളും 2 പുക വിട്ടു. ആഹാ, അപ്പോൾ നിനക്കും ടെൻഷനുണ്ടല്ലേ? അവളെ നേരെ നോക്കി അയാൾ ചോദിച്ചു. പിന്നെ ഇല്ലാതെ, അവൾ അത് കത്തിച്ചുകൊണ്ട് പറഞ്ഞു. അച്ചായൻ പറഞ്ഞതൊക്കെ നേരാണെങ്കിൽ പിന്നെ ഞാനും പേടിക്കണ്ടേ? എന്തെങ്കിലും നടന്നാലോ അവിടെ? പുക ഊതിവിട്ട് അവൾ ചിരിച്ചു. ഞാൻ കാണാറുണ്ട് ദിവസവും ആൾക്കാർ നിന്നെ നോക്കുന്നത്, അയാൾ പറഞ്ഞു. പള്ളി കഴിഞ്ഞ് 10 മണിയായപ്പോൾ സെലിൻ ക്രിസ്റ്റിയുടെ വീട്ടിലേക്ക് സ്വയം ഡ്രൈവ് ചെയ്ത് പോകാൻ ആരംഭിച്ചു. ടൗണിൻ്റെ ഏറ്റവും അവസാന ഭാഗത്താണ്. സ്ഥലം അല്പം കുഴപ്പം പിടിച്ചതാണ് എന്നൊക്കെ അവൾ ചോദിച്ച് മനസ്സിലാക്കി. എന്തായാലും വേണ്ടില്ല, ഡാനി സ്കൂളിൽ വിട്ട് വരുമ്പോൾ വിഷമിച്ചും സങ്കടപ്പെട്ടും വരുന്നത് ഇനി കാണാൻ കഴിയില്ല, അവൾ ഉറപ്പിച്ചു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൾ ഒരു തെരുവിലേക്ക് പ്രവേശിച്ചു. വൃത്തിയില്ലാത്ത തെരുവാണ്. തട്ടുകടകളാണ് മിക്കതും. പിന്നെ നിറം മങ്ങിയ ചുവരോട് കൂടിയ കടകളും വീടുകളും ഉണ്ട്. തെരുവിൽ ബഹളം വെച്ച് കളിക്കുകയും വഴക്ക് ചെയ്യുകയും ചെയ്യുന്ന കുട്ടികൾ. ഇതുപോലൊരു സ്ഥലത്ത് നിന്ന് ഡാനി പഠിക്കുന്ന പോലെ ഒരു പോഷ് സ്കൂളിൽ എങ്ങനെ എത്തിപ്പെടാൻ പറ്റി ഈ ക്രിസ്റ്റി എന്ന് പറഞ്ഞവന്? അഡ്രസ്സിൽ പറഞ്ഞിടത്തേക്ക് ഡ്രൈവ് ചെയ്ത് അത്ഭുതത്തോടെ അവൾ ആലോചിച്ചു. പെട്ടെന്നൊരാൽമരം അവൾ കണ്ടു. അതിൻ്റെ എതിരിലേക്ക് അവൾ നോക്കി. യെസ്, അവൾ മന്ത്രിച്ചു. അതാ അമ്പലം. സ്ഥലമെത്തി. എതിരിൽ ഒരു മതിലിനകത്ത് ഒരു ക്ഷേത്രവും മുമ്പിൽ കുറച്ച് ആളുകളെയും അവൾ കണ്ടു. അതിനടുത്ത് ഇളം നീല പെയിൻ്റടിച്ച വീടാണ്. അവൾ മന്ത്രിച്ചു. പെട്ടെന്നവൾ ആ വീട് കണ്ടു. റോഡിൻ്റെ സൈഡിൽ അവൾ കാറ് നിർത്തി. ചെറിയ തുരുമ്പെടുക്കാൻ തുടങ്ങിയ ചെറിയൊരു ഇരുമ്പ് ഗേറ്റുണ്ട് ആ കെട്ടിടത്തിന് മുമ്പിൽ. അത് തുറന്നപ്പോൾ വലിയ അസ്വസ്ഥമുണ്ടാക്കുന്ന ശബ്ദം കേൾക്കാം. എന്ത് ടൈപ്പ് ആൾക്കാരാ ഇതിനകത്ത് താമസിക്കുന്നതെന്ന് ആര് കണ്ടു? വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറവേ അല്പം ആശങ്കയോടെ അവൾ ചിന്തിച്ചു. അവൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. എന്തായാലും വേണ്ടില്ല, കാര്യത്തിന് ഒരു തീരുമാനമുണ്ടാക്കണം, അല്ലാതെ പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല, അവൾ ഉറപ്പിച്ചു. എന്നിട്ട് ധൈര്യം മൊത്തം സംഹരിച്ച് ആ വീടിൻ്റെ ഫ്രണ്ട് ഡോറിന് നേരെ നടന്നു. രാവിലത്തെ ബാസ്കറ്റ്ബോൾ പ്രാക്ടീസ് കഴിഞ്ഞ് കുളിമുറിയുടെ ഷവറിന് കീഴെയായിരുന്നു ക്രിസ്റ്റി. ഈയിടെ തനിക്ക് കൈവന്ന ഭാഗ്യമോർത്ത് ആഹ്ലാദത്തോടെ ഒരു മൂളിപ്പാട്ടും പാടിയാണ് അവൻ്റെ കുളി. ഇടിഞ്ഞു പൊളിയാറായ സർക്കാർ സ്കൂളിലായിരുന്നു താൻ ഇതുവരെ. ഒരു കോർപ്പറേറ്റ് സ്കൂൾ തന്നെ ഫീസ് വാങ്ങാതെ അഡ്മിഷൻ തന്നിരിക്കുന്നു. അതിസമർത്ഥമായ ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയറാണ് താൻ. അതുകൊണ്ടാണ് ഈ ഭാഗ്യം. സ്കൂളിലെ പെമ്പിള്ളാരൊക്കെ അടിപൊളിയാണ്. എല്ലാവരെയും പെട്ടെന്ന് കയ്യിലെടുക്കാം. ഇപ്പോൾ തന്നെ ഓരോന്നിൻ്റെ നോട്ടം കാണണം. കുളി കഴിഞ്ഞ് അവൻ ദേഹം തുടക്കാൻ തുടങ്ങി. അപ്പോഴാണ് കതകിൽ മുട്ടുന്നത് കേട്ടത്. തോർത്തു മാറ്റി അവൻ മുൻഭാഗത്തെ കതകിന് നേരെ നടന്നു. തെരുവിൽ താമസിക്കുന്ന തൻ്റെ കൂട്ടുകാരനിൽ ആരോ ആണെന്ന് അറിയാമെങ്കിലും അവൻ വിളിച്ചു ചോദിച്ചു, ആരാ? സെലിൻ. പുറത്തുനിന്ന് ഒരു സ്ത്രീശബ്ദം അവൻ കേട്ടു. ഡാനിയൽ ഫിലിപ്പിൻ്റെ മമ്മി. ക്രിസ്റ്റി ഇവിടെയല്ലേ താമസിക്കുന്നേ? ക്രിസ്റ്റി മാർട്ടിൻ. ആ പെണ്ണിൻ്റെ സ്വരം എന്ത് സ്വീറ്റാ! സെലിൻ പറഞ്ഞത് കേട്ട് ക്രിസ്റ്റി അത്ഭുതപ്പെട്ടു. ഇവർ ആ ചെക്കൻ്റെ മമ്മിയാണോ? അവൻ സ്വയം സംശയത്തോടെ ചോദിച്ചു. ഇവരെന്തിനാ എന്നെ കാണാൻ വരുന്നേ? അവന് ഒന്നും മനസ്സിലായില്ല. അവൻ പെട്ടെന്ന് കതക് തുറന്നു. രണ്ടുപേരും ഒരേപോലെ സ്തംഭിച്ച് പരസ്പരം നോക്കി. ക്രിസ്റ്റിയുടെ അത്ഭുതത്തിന് കാരണം താൻ ഇതുവരെ കാണാത്തത്ര സൗന്ദര്യമുള്ള ഒരു പെണ്ണ് തൻ്റെ കൺമുമ്പിൽ നിൽക്കുന്നത് കണ്ടിട്ടാണ്. എന്തൊരു സൗന്ദര്യമാണ് ഇവൾക്ക്! നല്ല തങ്കത്തിൻ്റെ നിറം, വലിയ പ്രകാശമുള്ള കണ്ണുകൾ,
കാന്തശക്തിയുള്ള ആ നയനങ്ങൾ, ഭംഗിയുള്ള മൂക്ക്. അവൻ അവളെ തന്നെ നോക്കി നിന്നു. ക്രിസ്റ്റി തന്നെ ഇങ്ങനെ നോക്കുന്നത് കണ്ടപ്പോൾ സെലീൻ ഒന്ന് ഭയന്നു. ഇവനായിരിക്കോ ക്രിസ്റ്റി? അങ്ങനെയാണെങ്കിൽ ഇവൻ എന്നെ ഇങ്ങനെ നോക്കില്ല. അവനറിയാലോ താൻ ഡാനിയുടെ മമ്മിയാണെന്ന്. ഒരു കുട്ടി എന്തായാലും തൻ്റെ ക്ലാസ്മേറ്റിൻ്റെ മമ്മിയെ ഇങ്ങനെ നോക്കില്ല. അപ്പോൾ ഈ കഥയുടെ സെക്കൻഡ് പാർട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോക്കൊരു 500 ലൈക്ക് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഉറപ്പായിട്ടും ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക.